മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. ചേലക്കര സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിൽ 84ാമത് സംയുക്ത തിരുനാളിന് കൊടിയേറി. ജനുവരി 18-ന് പ്രധാന തിരുനാൾ കുർബാനയും വർണ്ണാഭമായ പ്രദക്ഷിണവും കലാപരിപാടികളും നടക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ചേലക്കര സെന്റ് മേരീസ് ഫെറോന പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊടിയേറ്റം നടന്നത്. ഈ വരുന്ന ഞായറാഴ്ചയാണ് പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം. നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. ശനിയാഴ്ച നാളെ രാവിലെ കുർബാന കഴിഞ്ഞ് വീടുകളിലേക്കുള്ള അമ്പപ്രദക്ഷിണവും മറ്റുമൊക്കെയുണ്ട്. വൈകിട്ടാണ് യൂണിറ്റുകളിൽ നിന്ന് പള്ളിയിലേക്കുള്ള ആഘോഷമായ പ്രദക്ഷിണം വരവൊക്കെ നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10 മണിയുടെ കുർബാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുർബാന. ഉച്ച കഴിഞ്ഞിട്ടാണ് തിരുനാളിൻ്റെ പ്രദർശനം വരുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് ഈ വർഷത്തെ തിരുനാൾ നടത്താനായിട്ട് കമ്മിറ്റിക്കാരെല്ലാവരും ഏറ്റവും കാര്യമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നന്നായിട്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ചയും പ്രോഗ്രാംസും ഉണ്ട്. തിങ്കളാഴ്ച ഇടവക ദിനവും കൂടിയും ഇതിനോടുകൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കലാപരിപാടികളും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ തിരുനാളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ചേലക്കര സെന്റ് മേരീസ് ഫെറോന ദേവാലയം ഭക്തിയുടെയും ആഘോഷത്തിന്റെയും നിറവിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാൾ മഹോത്സവത്തിന് നാടാകെ ഒരുങ്ങി. 84ാമത് സംയുക്ത തിരുനാൾ ജനുവരി 16 മുതൽ 19 വരെയാണ് പ്രധാനമായും ആഘോഷിക്കുന്നത്. ജനുവരി 11-ന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറിയതോടെ ആരംഭിച്ച തിരുനാൾ ആഘോഷങ്ങളിൽ വിവിധ ദിവസങ്ങളിലായി വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന തുടങ്ങിയ തിരുക്കർമ്മങ്ങൾ ഭക്തജന പങ്കാളിത്തത്തോടെ നടന്നു വരികയാണ്. തിരുനാൾ ദിനമായ ജനുവരി 18 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായി തിരുനാൾ കുർബാനയും തുടർന്ന് വചന സന്ദേശവും ഉണ്ടായിരിക്കും. ചേലക്കര സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ തിരുനാള് കൊടിയേറ്റം 11-ാം തീയതി നടത്തി. അത് കഴിഞ്ഞ് അതിന് ശേഷം എല്ലാ ദിവസവും 5:30-ന് ലതീഞ്ഞും കുർബാനയും ലതീഞ്ഞും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച 5:30-ന് കുർബാന ഉണ്ട്. അതിനുശേഷം ലൈറ്റ് ഇലുമിനേഷൻ സ്വിച്ച് ഓൺ കർമ്മമാണ്. അതിന് ഇവിടുത്തെ CI ആണ് വരുന്നത്. തുടർന്ന് നാളെ രാവിലെ കൂട് തുറക്കലുണ്ട്. കൂട് തുറക്കലിന് തോമസ് പടുക്കുട്ടച്ചനാണ് വരുന്നത്. അതിനുശേഷം അമ്പ് എല്ലാ സമുദായത്തിലേക്കും പോകും. ശേഷം മേപ്പാടത്തുനിന്ന് 7 മണി മുതൽ മേപ്പാടത്തുനിന്ന് ആഘോഷമായിട്ട് 6-7 അമ്പ് കമ്മിറ്റിക്കാരുടെ വാദ്യമേളത്തോടു കൂടിയ ഒരു പ്രദർശനമുണ്ട്. അത് ഏകദേശം ഒരു 10 മണിയോടുകൂടി ചേലക്കര പള്ളി വന്ന് അവസാനിക്കും. അതിനുശേഷം വർണ്ണമഴയുണ്ട്. വെടിക്കെട്ട് ചെറിയ തോതിലുള്ള വർണ്ണമഴ ഉണ്ട്. പിന്നെ ജീവോദയുടെ അവിടെ നിന്നൊരു 3 സമുദായക്കാരും വരും. നല്ല ആഘോഷമായ പരിപാടിയായിരിക്കും. അതിനുശേഷം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയാണ്. പാട്ടുകുർബാനയ്ക്ക് ജോമോൻ ഇമ്മറ്റ് അച്ഛനാണ് കാർമികൻ. സന്ദേശം ബെന്നി മുണ്ടൻകുര്യൻ അച്ഛനാണ് സന്ദേശം നൽകുന്ന. ആഘോഷമായ പാട്ടുകുർബാന കഴിഞ്ഞ് 4 മണിക്ക് വീണ്ടും ഒരു കുർബാനയുണ്ട്. ആ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ പ്രദർശനം ഉണ്ടാവും. ചേലക്കരയിൽ നല്ല രീതിയിൽ പ്രദർശനം നടത്തുന്നൊരു പള്ളി ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ള പ്രദർശനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 7 മണി വരെ പ്രദർശനം കഴിഞ്ഞതിന് ശേഷം പാലാ സൂപ്പർ വിക്സിൻ്റെ ഗാനമേള ഉണ്ട്. ഗാനമേളയ്ക്ക് ശേഷം 10 മണി വരെ ഗാനമേളയുണ്ടാവും. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 5:30-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു കുർബാനയുണ്ട്. ശേഷം
ഒരു ഇടവദിനമുണ്ട്. ഇടവദിനത്തിന് നമ്മുടെ പള്ളിയിലെ എല്ലാ യൂണിറ്റ് അംഗങ്ങളുടെയും കലാപരിപാടികളുണ്ടാവും. ശേഷം ഒരു സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്രയാണ് കാര്യപരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്ന് വൈകിട്ട് 5 മണിക്ക് വിശ്വാസികൾ അണിനിരക്കുന്ന വർണ്ണാഭമായ തിരുനാൾ പ്രദക്ഷിണം നഗരവീഥികളെ ഭക്തിസാന്ദ്രമാക്കും. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് രാത്രി 7:30 ചേലക്കര ഫൊറോന പ്രവാസി കൂട്ടായ്മയും KCYM സംഘടനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പാലാ സൂപ്പർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. ജനുവരി 19 തിങ്കളാഴ്ച ഇടവക ദിനാഘോഷത്തോടെയാണ് തിരുനാൾ ചടങ്ങുകൾക്ക് സമാപനമാകുക. വികാരി റവണൻ ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ, അസിസ്റ്റന്റ് വികാരി റവണൻ ഫാദർ ഷെജോ മുട്ടത്തിപ്പേടിക എന്നിവരുടെയും വിവിധ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പള്ളി ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ പുലിക്കാട്ടിൽ, ജനറൽ കൺവീനർ ജിജി പഠാരക്കളം, കൈക്കാരൻ ജോസി ജോസഫ്, സപ്ലിമെന്റ് കൺവീനർ ജോസ് കാട്ടൂർ, നവനാൾ കുർബാന കൺവീനർ സിബി കൊള്ളിക്കൊളവിൽ എന്നിവർ തിരുനാൾ വിശേഷങ്ങൾ പങ്കുവച്ചു. തിരുനാളിനോടനുബന്ധിച്ചുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ജനറൽ കൺവീനർ ജിജി ഭണ്ഡാരക്കളത്തിൻ്റെ നേതൃത്വത്തിൽ നല്ല ശക്തമായൊരു കമ്മിറ്റി ആസൂത്രണം ചെയ്തുകൊണ്ട് എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നാളത്തെ ഒരു കൊടിയേറ്റോടുകൂടി കൂടുതുറക്കലോടുകൂടി തിരുനാളിൻ്റെ സമാപന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും നാളത്തെ മുതലുള്ള എല്ലാ ചടങ്ങുകളിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. CCV ന്യൂസ് ചേലക്കര.